2018 പുറത്തിറങ്ങിയ ലെബനീസ് ചിത്രമായ കഫർനാം ലോക സിനിമയിലെ തന്നെ ഏറ്റവും വികാരനിർഭരമായ സൃഷ്ടികളിലൊന്നാണ്. നദീൻ ലബാക്കി സംവിധാനം ചെയ്ത ഈ ചിത്രം ദാരിദ്ര്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പച്ചയായ ആവിഷ്കാരമാണ്. ബൈറൂത്തിലെ ചേരികളിൽ വളരുന്ന സൈൻ എന്ന 12-കാരനായ ആൺകുട്ടിയുടെ കഥയാണിത്. ജനന സർട്ടിഫിക്കറ്റ് പോലുമില്ലാത്ത, തൻ്റെ ജനനത്തീയതി പോലും അറിയാത്ത സൈൻ തൻ്റെ മാതാപിതാക്കൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കുന്നതിലൂടെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. തന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് അവൻ തൻ്റെ മാതാപിതാക്കൾക്കെതിരെ പറയുന്ന കുറ്റം. ആ ഒരു വരിയിൽ തന്നെ ഈ സിനിമ കാണാൻ നിങ്ങൾക്ക് തോന്നിപ്പിക്കേണ്ടതാണ്. ദാരിദ്ര്യം മൂലം തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ വിൽക്കേണ്ടി വരുന്നതും, വീട് വിട്ടിറങ്ങുന്ന സൈൻ ഒരു ആഫ്രിക്കൻ അഭയാർത്ഥി സ്ത്രീയുടെ കുഞ്ഞിനെ നോക്കേണ്ടി വരുന്നതും, തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സിനിമയിലെ നായകനായ സൈൻ അൽ റഫിയ യഥാർത്ഥ ജീവിതത്തിലും ഒരു സിറിയൻ അഭയാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അഭിനയത്തിൽ കാണുന്ന വേദനയും ദേഷ്യവും അങ്ങേയറ്റം സ്വാഭാവികമാണ്. ആ കുട്ടിയുടെ കണ്ണുകളിലെ തീക്ഷ്ണത പ്രേക്ഷകരുടെ ഉള്ളിൽ തറയ്ക്കുന്നതാണ്. ഒരു ഡോക്യുമെൻ്ററി കാണുന്നത് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നദീൻ ലബാക്കി ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ലെബനനിലെ ചേരികളിലെ ദുരിതപൂർണമായ ജീവിതം, കുട്ടികളുടെ കടത്ത്, അഭയാർത്ഥി പ്രശ്നങ്ങൾ എന്നിവ ഒട്ടും കലർപ്പില്ലാതെ ഇതിൽ നമുക്ക് കാണാം. കുട്ടികൾക്ക് ജനിക്കാനും വളരാനും സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയാത്തവർ എന്തിന് കുട്ടികൾക്ക് ജന്മം നൽകുന്നുവെന്ന ഗൗരവമേറിയ ചോദ്യം സിനിമ ഉയർത്തുന്നുണ്ട്. നിയമവ്യവസ്ഥയിലെ പാകപ്പിഴകളും ദാരിദ്ര്യം മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കുന്നു എന്നതും ഇതിൽ വ്യക്തമാണ്. സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സുരക്ഷിതമായ ലോകത്തോട് നമുക്ക് നന്ദി തോന്നും. കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി പ്രൈസ് നേടിയ ഈ ചിത്രം ഓസ്കർ നാമനിർദ്ദേശവും നേടിയിട്ടുണ്ട്. ഇത് വെറുമൊരു സിനിമയല്ല, ഇതൊരു നിലവിളിയാണ്. ലോകത്തെവിടെയും അവഗണിക്കപ്പെട്ട് കഴിയുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ പ്രതിനിധിയാണ് സൈൻ. സിനിമ കണ്ടു തീർക്കുമ്പോൾ സൈനിനോട് നമുക്ക് സഹതാപമല്ല, മറിച്ച് വലിയൊരു ബഹുമാനമാണ് തോന്നുക. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ മാത്രം കണ്ടു തീർക്കാവുന്ന ഒരു ലോക ക്ലാസിക്. അതാണ് കഫർനാം എന്ന ചിത്രം.